ആയതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആണ്, മാനസികമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ എന്റെ ഒരു പിതാവ് സ്ഥാനത്ത് കാണുന്ന സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പോ എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്തു CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പല സമയത്തും മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടാണ്. അപ്പോ ഞാനൊരു പറവൂരിയായി എന്നുള്ള നിലയിൽ എന്റെ MLAക്ക് ഉണ്ടായ ഒരു വേദനയിൽ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. എന്റെ ഭയങ്കര സ്നേഹമാണ്, പറവൂരുകാരിയാണ്, എന്താണ് എന്റെ അച്ഛന്റെ ഒരു തുല്യനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇദ്ദേഹം പലപ്പോഴും മന്ത്രിസ്ഥാനം കിട്ടേണ്ട ആളായിരുന്നു, പക്ഷെ പലപ്പോഴായിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ വളരെ ഘോരഘോരം സംസാരിക്കുന്നു. പിന്നെ എന്റെ കൂടെ MLA ആണ്, ഞാനിവിടെ വോട്ട് ഉണ്ടാക്കിയതാന്നൊക്കെയാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, വാക്കോടെ അടിച്ചുവിട്ടുണ്ട്. MLA CM ആവുമ്പോൾ ഞാൻ അങ്ങനെ പാർട്ടിക്കാരി എന്നുള്ള രീതിയിലല്ല വന്നത്, എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നത്. എന്റെ അങ്ങനെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാനായിട്ട് വന്നതാണ് പറവൂര്, മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാൽ ഈ പറവൂര് തന്നെ ഈ പറയുന്ന VD സതീശനെതിരെ നിന്ന മത്സരാർത്ഥിയുടെ കൊട്ടിക്കലാശത്തിന്, അതായത് LDF സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശത്തിന് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് പോയിട്ട് എന്നാ നൃത്തമായിരുന്നു, എന്നാ ഡാൻസ് ആയിരുന്നു. ആ പറയുന്ന അവർക്ക് വേണ്ടി, ആ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് അവിടെ പോയി കൊട്ടിക്കലാശത്തിന് നിന്ന ആള് പെട്ടെന്ന് VIP പാസും എടുത്തുകൊണ്ട് VD സതീശൻ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്ന അന്ന് അവിടെ എത്തിയിരിക്കുന്നു. അപ്പം ഇത് കുമ്പിടിയാണോ അതോ ഇതെന്താണെന്ന് നിങ്ങൾ തന്നെ പറ. ഇവർക്കൊക്കെ ആരാണ് ഈ VIP പാസ് കൊടുക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? എന്തിന്റെ കാര്യത്തിലാണ് കൊടുക്കുന്നത്? ഇതിനെ സൂക്ഷിച്ചില്ല എങ്കിൽ കോൺഗ്രസ് നേതാക്കൾ വെള്ളം കുടിക്കേണ്ടത് തന്നെ വരും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പറയുകയാണ് VD സതീശൻ സാറേ, നിങ്ങൾ സൂക്ഷിച്ചു. നിങ്ങളെ തുല്യനാണെന്നും നിങ്ങളെ എന്താ പറയുന്നത് വലിയ നേതാവായിട്ട് കണ്ടിരുന്നുവെന്നും നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോ, എന്തോ കെണി നിങ്ങൾക്ക് വേണ്ടി കുടുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ സത്യം.